സുഹൃത്തുക്കളെ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിൻകരയ്ക്കടുത്തുള്ള വ്ളാത്തുങ്കൽ എന്ന് പറയുന്ന ഒരു പ്രദേശം ഇന്നലെ രാവിലെ ഉണർന്നത് ഒരു വലിയൊരു ദുരന്ത വാർത്ത കേട്ടുകൊണ്ടാണ്. അതായത് അടുത്ത് തന്നെയുള്ള ട്യൂഷൻ സെന്ററിൽ അധ്യാപകനായ PSC കോച്ചിങ്ങിനൊക്കെ പിള്ളേരെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അധ്യാപകനായ വിഷ്ണു തൻ്റെ സ്വന്തം ഭാര്യയെ കൊലപ്പെടുത്തി എന്നുള്ളൊരു വാർത്തയാണ് നാട്ടുകാരെല്ലാവരും. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് അടുത്തുള്ള ഒരു പള്ളിയിൽ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. ആ പ്രാർത്ഥന പകുതിക്ക് വെച്ച് നിർത്തിയിട്ട് എല്ലാവരും വിഷ്ണുവിൻ്റെ വീട്ടിലേക്ക് ഓടിയപ്പോൾ കാണുന്ന കാഴ്ച തറയിൽ മലർന്നു കിടക്കുന്ന നിലയിൽ രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന ഭാര്യ അൽമയുടെ മൃതദേഹമാണ്. എല്ലാവരും ഞെട്ടിപ്പോയി ഈ ഒരു സംഭവം കേട്ടപ്പോൾ തന്നെ. കാരണം അത്രയും ശാന്തശീലനായ അല്ലെങ്കിൽ വേറെ ദുശീലങ്ങളൊന്നും ഇല്ലാത്ത, ആകെ അവർക്കിടയിലുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 10 വർഷത്തോളമായി വിവാഹം കഴിഞ്ഞിട്ട് മക്കളില്ലാത്ത ഒരു വിഷമം മാത്രമേ ഉള്ളൂ. അത് അവർ മറികടക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ആദ്യ കാലങ്ങളിലൊക്കെ അവർ ഒരുപാട് യാത്ര പോകുമായിരുന്നു. ആ യാത്രയിലൊക്കെ എന്ന് പറഞ്ഞാൽ വീഡിയോ ഷൂട്ട് ചെയ്യും, അത് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യും. അതിലൊന്നും പക്ഷേ വലിയ പ്രതികരണമോ അല്ലെങ്കിൽ വലിയ വ്യൂവേഴ്സോ ഒന്നും ലഭിച്ചില്ല. അത് കഴിഞ്ഞതിന് ശേഷമാണ് അൽമ മെല്ലെ മെല്ലെ തൻ്റെ വളർത്തു മൃഗങ്ങളെ, പൂച്ച, പട്ടി ഇങ്ങനെയുള്ള മൃഗങ്ങളെ വെച്ച് വീഡിയോ ചെയ്യാൻ തുടങ്ങുകയും അവർക്കെല്ലാം ഓരോ പേരിടുകയും പിന്നീട് ആ പേരിലൂടെയും പിന്നെ ഇതൊക്കെ ജനങ്ങൾക്ക് ഭയങ്കര കൗതുകമാണ്. ഈ മൃഗങ്ങളുടെ, വളർത്തു മൃഗങ്ങളുടെയൊക്കെ ഈ ഫോട്ടോയും അതുപോലെ തന്നെ വീഡിയോസൊക്കെ ഇടുമ്പോഴേ ഇതൊക്കെ കാണാനും ഒരുപാട് പേരുണ്ട്. അങ്ങനെ അൽമ സോഷ്യൽ മീഡിയയിൽ വളരാൻ തുടങ്ങി. 11,000 സബ്സ്ക്രൈബർ, അതായത് ഫോളോവേഴ്സാണ് സോഷ്യൽ മീഡിയയിലുള്ളത്. അത് നല്ല വ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാവരും അൽമയുടെ വീഡിയോക്ക് നല്ല കമൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അൽമയ്ക്കും അത് വലിയൊരു ആശ്വാസമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ കുട്ടികളില്ലാത്തതിൻ്റെ ദുഃഖം, അത് തൻ്റെ മക്കളെ പോലെയാണ് പൂച്ചകളെയും പട്ടികളെയും ഒക്കെ അൽമ പരിപാലിക്കുന്നത് എന്ന് നമുക്ക് ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അറിയാം. അപ്പോൾ ഇതിന് കാരണം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളില്ലാത്തതിൻ്റെ ആ ഒരു പ്രശ്നമുണ്ട്. അത് മാത്രവുമല്ല, അൽമയിൽ ഈയിടെയായിട്ടൊരു മാറ്റം വരുന്നു. അത് വിഷ്ണുവിനൊരു സംശയമായി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അൽമയ്ക്കിനി വേറെ ആരെങ്കിലുമായിട്ട് വലിയ പ്രണയമുണ്ടോ? പക്ഷെ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു വെറും കെട്ടുകഥ മാത്രമാണ്. ആ വീഡിയോ ഫുള്ളായിട്ട് ഞാൻ ഇന്നലെ നോക്കിയപ്പോൾ എനിക്ക് അങ്ങനെ ഒരു ഊഹം പോലും കിട്ടിയില്ല. ആദ്യമൊക്കെ ഇവർ ചെയ്ത വീഡിയോസിലൊക്കെ ഇവർ തമ്മിലുള്ള സ്നേഹം കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പലപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിഷ്ണു കൂടി ഉൾപ്പെട്ടിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത്. ഈ പൂച്ചകളുടേതായാലും വിഷ്ണു കൂടി ഉൾപ്പെട്ടിട്ട് തന്നെയാണ് എടുക്കുന്നത് എന്നാണ് എനിക്ക് മനസ്സിലായത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ഇതൊരു കഥയാണ്. എന്താണെന്ന് വെച്ചാൽ ആരെങ്കിലുമായിട്ട് ബന്ധമുണ്ട്, ആ ഒരു സംശയത്തിന്റെ പേരിലാണ് ഞാൻ കൊലപ്പെടുത്തിയത് എന്നൊരു മുടന്തൻ ന്യായം മാത്രമാണ്. അല്ലാതെ എന്ന് പറഞ്ഞാൽ ഒരിക്കലും എനിക്ക് തോന്നുന്നില്ല. കാരണം ഇന്നിപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊലപ്പെടുത്തി കഴിഞ്ഞാൽ അപ്പോൾ പറയുന്നത് അവൻ മയക്കുമരുന്നാണ്, അവൻ കഞ്ചാവാണ്, അതേതായാലും വിഷ്ണുവിനില്ല. അല്ലെങ്കിൽ അവൻ വെള്ളമടിയാണ്, അതും വിഷ്ണുവിനില്ല. അവന് പരസ്ത്രീ ബന്ധമുണ്ട്, അതും വിഷ്ണുവിനില്ല. പിന്നെ എന്തായിരിക്കാം? അപ്പോഴും വിഷ്ണു ഒരു കഥയുണ്ടാക്കിയിരിക്കാം. തൻ്റെ ഭാര്യയ്ക്ക് ആരുമായിട്ട് ബന്ധമുണ്ട്, അവൾ ഫുൾ ടൈം ഫോണിലാണ്. അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് സംശയമുണ്ട്. അതായത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നമ്മൾ പബ്ലിക്കായിട്ടൊരു വീഡിയോ ഇടുമ്പോഴേ പല ആൾക്കാരും വന്നിട്ട് അതിൻ്റെ അകത്ത് കമൻറ്റ് ചെയ്യും. ചില ആൾക്കാർ പേഴ്സണൽ മെസ്സേജ് അയക്കും, ചില ആൾക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ പലതരത്തിലുള്ള ആൾക്കാരും ഉണ്ടാകും. ഇത് നമുക്കെന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് നോക്കാൻ കഴിയില്ല. ചിലപ്പോൾ അതിൻ്റെ അകത്ത് കോഴികൾ ഉണ്ടാകും, അതിൻ്റെ അകത്ത് വളരെ മോശമായിട്ടുള്ള കമൻ്റ് ഇടുന്നവരുണ്ടാകും, നല്ല കമൻ്റ് ഇടുന്നവരുണ്ടാകും, നല്ല കോഴിയെ പോലെ സംസാരിക്കുന്നവരുണ്ടാകും. അപ്പം അങ്ങനെയുള്ള കമൻറ്റുകൾക്ക് എന്തെങ്കിലും റിപ്ലൈ കൊടുത്തത് കൊണ്ട് വിഷ്ണുവിന് അങ്ങനെ ഒരു സംശയം വന്നതാണോ? അല്ലെങ്കിൽ ഈ മക്കളില്ലാത്തതിന്റെ ഉത്തരവാദിത്തം തനിക്കാണ്, താൻ കാരണമാണ് മക്കളില്ലാത്തതെന്ന് അൽമ എപ്പോഴെങ്കിലും വിഷ്ണുവിനോട് പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ പറഞ്ഞതിലുള്ള വൈരാഗ്യമാണോ? എനിക്ക് തോന്നുന്നത് ആ കുട്ടികളില്ലാത്തതിന്റെ വൈരാഗ്യവും പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പൂച്ചയോടുള്ള അമിതമായ സ്നേഹം, ആ സ്നേഹം ഒരുപക്ഷെ അവരുടെ ജീവിതത്തിൽ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താളം തെറ്റിച്ചിട്ടുണ്ടാകാം. 10 വർഷമായിട്ട് വിഷ്ണുവിനെ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന അൽമ ഇപ്പോഴും കുറച്ച് സ്നേഹമൊക്കെ കുറഞ്ഞിട്ടുണ്ടാകാം. അവരിപ്പോഴും സോഷ്യൽ മീഡിയയിലേക്ക് മാറിയതിൽ പിന്നെന്ന് പറഞ്ഞാൽ പൂച്ചകളോട് മാത്രമായിട്ട് സ്നേഹം ചുരുങ്ങിയിട്ടുണ്ടാകാം. ഇത് കാണുമ്പോഴും ചിലപ്പോൾ വിഷ്ണുവിന് തോന്നും, അയ്യോ എന്നെ സ്നേഹിക്കുന്നില്ല എൻ്റെ ഭാര്യ, ഇപ്പോഴും ഫുൾ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിലാണ്. അങ്ങനെ പല കുടുംബങ്ങളും തകർന്നിട്ടുണ്ട്. ഈ വിഷ്ണുവിൻ്റെയും അൽമയുടെയും ജീവിതത്തിൽ സംഭവിച്ചതുപോലെ തന്നെ പല കുടുംബങ്ങളിലും വിള്ളലുകൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഡിവോഴ്സ് ഉണ്ടായിട്ടുണ്ട്. പിന്നെന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ രണ്ട് ഇതിലായിട്ട് നിൽക്കുന്നുണ്ട്. മക്കൾക്ക് വേണ്ടി മാത്രം ചില ആൾക്കാർ എല്ലാം സഹിച്ചു നിൽക്കുന്നവരുണ്ട്. ഇതിൻ്റെയൊക്കെ പിന്നിൽ എന്താണ്
എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമിതമായിട്ടുള്ള സോഷ്യൽ മീഡിയ ഉപയോഗം തന്നെയാണ്. എല്ലാവരും ഇതിൻ്റെ അകത്ത് നിന്ന് കാശ് കിട്ടും എന്ന് കരുതിയിട്ട് ഓവറായിട്ട് ഇതിന്റെ പുറകില് എങ്ങനെ പൈസ ഉണ്ടാക്കാം, എങ്ങനെ പൈസ കിട്ടും, ഇതിന്റെ അകത്തൂടെ എങ്ങനെയാണ് പൈസ ഉണ്ടാക്കുക, അതിനു വേണ്ടിയിട്ട് ഓവർ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു കണക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഭർത്താക്കന്മാരില്ല, ഭാര്യമാരെ കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഭർത്താക്കന്മാർ നല്ല രീതിയിൽ അധ്വാനിക്കുന്നത് കാണുമ്പോൾ അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു പൈസ ഉണ്ടാക്കാൻ പറ്റി കഴിഞ്ഞാൽ അത് അദ്ദേഹത്തിനും കൂടി ഒരു സഹായമാവുമല്ലോ എന്ന് കരുതുന്ന ഭാര്യമാരുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അവർ പലതരത്തിലുള്ള വീഡിയോ ഇടാൻ നോക്കുന്നു, പിന്നെ പലതരത്തിൽ പലയാളുടെ ചാനൽ നോക്കുന്നു. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇതിനെപ്പറ്റി അറിയുന്ന ആൾക്കാരെ വിളിച്ചു ചോദിക്കുന്നു. അങ്ങനെയുള്ള പല കാര്യങ്ങളും ഉണ്ട്. അത് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഭർത്താക്കന്മാർക്ക് പിന്നെ പിടിച്ചോളണമെന്നില്ല. അവർ ചിലപ്പോൾ എന്താ കാണുക, അവർ നോക്കുമ്പോൾ അന്യന് ഫോൺ ചെയ്യുന്നത് 24 മണിക്കൂർ ഇവള് ഫോണിലാണ്. ഇവള് ഫോൺ നോക്കാൻ തുടങ്ങിയപ്പോൾ പിന്നെ എനിക്ക് ഭക്ഷണമില്ല, എൻ്റെ വീട്ടിൽ ചായ കിട്ടുന്നില്ല, വരുമ്പോഴൊന്നും തന്നെ വീട് വൃത്തിയാക്കിയിട്ടില്ല, കുഞ്ഞുങ്ങളുടെ കാര്യം നോക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നിരന്തരമായിട്ട് കലഹങ്ങൾ നമ്മുടെ നാട്ടിൽ തന്നെയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇതുപോലെയുള്ള സോഷ്യൽ മീഡിയയിൽ പ്രവർത്തിക്കുന്ന ആളാണെങ്കിൽ തന്നെ നിങ്ങൾ എല്ലാവരും ഒരു നിശ്ചിത സമയം മാത്രമേ ഇതിൻ്റെ അകത്ത് തുടരാൻ പാടുള്ളൂ. അത് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അതിൽ നിന്നും കുടുംബത്തിന് വേണ്ടിയിട്ട് ഭർത്താവ് വരുമ്പോഴുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാനാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പോ ഇവിടെ ഇപ്പോഴേ വിഷ്ണുവിനും അൽമക്കും ഇടയിൽ സംഭവിച്ച പല കാര്യങ്ങളും ഉണ്ടാകാം. അതുപോലെ തന്നെ ഒരു കൊലപാതകത്തിലേക്ക് നയിക്കേണ്ട ഒരു ആവശ്യമുണ്ടായിരുന്നു? ഒരിക്കലുമില്ല. അതായത് വിഷ്ണുവിന് വേണ്ടെങ്കിൽ അൽമയെ ഡിവോഴ്സ് ചെയ്യാം. പക്ഷെ എനിക്ക് തോന്നുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് അൽമ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാകും, എന്നെ ഒഴിവാക്കിക്കോ, ഇല്ലെങ്കിൽ ഞാൻ ഒഴിഞ്ഞു പോവുകയാണ് എന്ന് പറഞ്ഞിട്ടുണ്ടാകാം. അങ്ങനെ പറയുമ്പോൾ വിഷ്ണുവിന് ഒറ്റയ്ക്ക് താമസിക്കേണ്ട ബുദ്ധിമുട്ടുണ്ടാകാം. അതുപോലെ തന്നെ അയാൾക്ക് ചിലപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളെ എല്ലാവരും കളിയാക്കുമോ, അല്ലെങ്കിൽ അയാളുടെ ജീവിതം നീ കാരണമല്ലടാ, നിനക്കൊരു കുട്ടിയെ വരെ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ലല്ലോ എന്നുള്ള കാരണത്താൽ നിന്റെ ഭാര്യ പോയില്ലടാ എന്ന് ആരെങ്കിലും അദ്ദേഹത്തോട് ചോദിക്കുമോ എന്നുള്ള ഭയമുണ്ടാകാം. അങ്ങനെ സമൂഹത്തിൽ നാണം കെടേണ്ടി വരുമോ എന്നുള്ളൊരു പ്രശ്നം അയാളുടെ മനസ്സിനെ അലട്ടിയിരിക്കാം. അങ്ങനെ പല രീതിയിലെന്ന് പറഞ്ഞാൽ അയാളുടെ ചിന്ത എവിടെയോ പോയിട്ടുണ്ട്. പിന്നെ മറ്റൊരു കാര്യം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇവരുടെ പിന്നെ അയൽക്കാരുമായിട്ട് ഇവർക്ക് ഒരു ബന്ധവുമില്ല. അയൽക്കാരോട് മിണ്ടാൻ പോകാറില്ല, അല്ലെങ്കിൽ അയൽക്കാരോട് ഒരു നല്ല രീതിയിലുള്ള ഒരു ബന്ധം സ്ഥാപിക്കാനൊന്നും അവർക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വിഷ്ണുവിനായാലും വേറെ കൂട്ടുകാരോ കാര്യങ്ങളോ ഒന്നുമില്ല. അയാൾ ട്യൂഷൻ സെന്ററിൽ രാവിലെ പോകും, അത് കഴിഞ്ഞതിന് ശേഷം വീട്ടിലേക്ക് വരും. അപ്പോൾ ആദ്യ കാലത്തൊക്കെ ഉണ്ടായ പ്രണയം അങ്ങ് നഷ്ടപ്പെട്ടു എന്നും, പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് രണ്ടുപേർക്കും ഇടയിൽ ഒരു ശത്രുത വളർന്നു. പിന്നെ കൂടുതൽ വിഷ്ണുവിനെ ചൊടിപ്പിച്ചത് പൂച്ചകളോടുള്ള അമിതമായ സ്നേഹമായിരിക്കാം. ആ സ്നേഹം ആദ്യമൊക്കെ താൻ സപ്പോർട്ട് ചെയ്തു, ഇപ്പോഴും തൻ്റെ ഭാര്യയ്ക്ക് തന്നെ പോലും വേണ്ടാത്ത തരത്തിൽ അതങ്ങ് വളർന്നു എന്നുള്ള ഒരു വിഷമം വിഷ്ണുവിന് ഉണ്ടായി എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് തന്നെയാകാം ഇവരുടെ ജീവിതത്തിൽ സംഭവിച്ച ദുരന്തവും. അത് കൃത്യമായിട്ട് അറിയില്ല, ഒരു ഊഹം മാത്രമാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് കഴിയില്ലെങ്കിൽ, അതായത് ജീവിക്കാൻ നിങ്ങൾക്ക് ഒന്നിച്ചു പിന്നെ രണ്ടുപേർക്ക് പോകാൻ കഴിയില്ലെങ്കിൽ ഒരിക്കലും ഇമാതിരി പരിപാടിക്ക് നിൽക്കരുത്. അതായത് നിങ്ങൾ ഈ വെട്ടാനും ഇതൊക്കെ ചെയ്യുമ്പോഴെന്ന് പറഞ്ഞ് നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇപ്പോഴൊരു ജീവൻ പോയി, അതുപോലെ തന്നെ ഒരുത്തൻ ജയിലിലായി, എന്താണ് നേടിയത് അവർ രണ്ടുപേരും? നേരെ മറിച്ച് പറഞ്ഞ് രണ്ടുപേരും പിരിയുകയാണെങ്കിൽ, അതായത് നിങ്ങൾക്ക് ഇഷ്ടമില്ല, ഇനി യോജിച്ചു പോകാൻ കഴിയില്ല, ഇനി വേറെ വിവാഹം നോക്കാം, അല്ലെങ്കിൽ വേണ്ട, ഇനി ഞാൻ എൻ്റെ വീട്ടിൽ പോകാം, ഇല്ലെങ്കിൽ എൻ്റെ സ്വത്ത് എനിക്ക് തന്നോളൂ എന്ന് പറഞ്ഞ് രണ്ടുപേരും പിരിഞ്ഞിരുന്നുവെങ്കിൽ ഇങ്ങനെയൊരു ദുരന്തം ഉണ്ടാവില്ലായിരുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ വീട്ടുകാരോട് പറയാനുള്ളത്, നിങ്ങൾ ഒരിക്കലും എന്ന് പറഞ്ഞ് ഇങ്ങനെയുള്ള ടീമുകളെ ഒരിക്കലും, അതായത് ഏച്ചു കെട്ടിയാൽ മുഴച്ചിരിക്കും എന്ന് പറഞ്ഞതുപോലെ അവരെ രണ്ടുപേരെയും കൂടിച്ചേരാൻ പിന്നീട് അനുവദിക്കാൻ പാടില്ലായിരുന്നു. അതിൻ്റെ ഒരു ദുരന്തം തന്നെയാണ് ഇന്ന് നമ്മൾ നെയ്യാറ്റിൻകരയിൽ കണ്ടത്. വളരെയധികം ദുഃഖകരമായ സംഭവം തന്നെയാണ്. അതായത് ഒരു ജീവനാണ് അവിടെ പോയത്, മറ്റൊരു ജീവിതമാണെങ്കിൽ ജയിലിലായിരിക്കുകയാണ്. അതിൻ്റെ അടിയിൽ വന്ന ഒരുപാട് കമൻറ്റുകൾ ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജയിലിൽ നല്ല സുഖമല്ലേ, അല്ലെങ്കിൽ ജയിലിൽ നല്ല ഊണ് കിട്ടത്തില്ലേ? ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഭയം എന്നുള്ളത് മനുഷ്യന് ഇല്ല ഇപ്പോഴും. അതായത് തൻ്റെ ഭാര്യയാണ്, അല്ലെങ്കിൽ തൻ്റെ ഭാര്യയെ കൊലപ്പെടുത്തിയാൽ ജയിലിൽ പോകേണ്ടി വരും എന്നുള്ള ഒരു ബോധം പോലും ഇല്ലാത്തവനായി മാറിക്കൊണ്ടിരിക്കുകയാണ് മനുഷ്യനെന്ന് എനിക്ക് പറയാനുള്ളൂ. നന്ദി, നമസ്കാരം.